ശരി, ശ്രീ സിബി സത്യൻ, ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾ, പുതിയ തർക്കങ്ങൾ, പുതിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ വി ഡി സതീശൻ ലീഗിന്റെ പിന്തുണയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. കെ സി ആകട്ടെ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നെ ഇത്രയും MLA-മാരുടെ പിന്തുണ നേടിയിട്ട് അദ്ദേഹം ഇത് വേണ്ട എന്ന് വെക്കുകയില്ലല്ലോ. രമേശ് ആണെങ്കിൽ പൊതുവെ സൈലന്റ് ആണ്. അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണ കുറവാണ്. പക്ഷേ എങ്കിലും തന്റെ സീനിയോറിറ്റി പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന മറ്റൊരു സമവാക്യത്തിന് കൂടിയാണ്. കാരണം സതീശൻ ലീഗിന്റെ പിന്തുണയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് വെളിയിൽ നിന്ന് വരുന്ന വിമർശനമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും, ക്യാമ്പയിനുകൾ നടക്കും. അപ്പോൾ മറുവശത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സഭാ നേതൃത്വങ്ങൾ KC-ക്ക് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന്. ഭൂഷണമല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഈ വലിയ ഭൂരിപക്ഷം നേടിയ ഈ സമയത്ത്. മനുഷ്യ, എനിക്ക് തോന്നുന്നത് ഈ എല്ലാ വിഭാഗം ജനങ്ങളും കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണല്ലോ. കുറെ കൂടെ ലാർജറായിട്ടുള്ള ഒരു എന്താ പറയുക, ജനാധിപത്യ വ്യവസ്ഥിതിയെ മുന്നോട്ട് വെക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം എന്ത് കേസിൽ പറഞ്ഞാലും, ഇപ്പം ഇടതുപക്ഷ പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, അവരെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവിന്റെ ഇതിന്റെ ഹെഡ് എന്ന, നിയമസഭയുടെ ഹെഡ് എന്ന് പറയുന്ന ഒരാളിനെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പരിഗണനകൾ വരും. അതിനകത്ത് ഒരുപാട് പരിഗണനകൾ വരുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആത്യന്തികമായിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 3 പേരുടെയും പേരിൽ ജാതിപരമായ വേർതിരിവുകളില്ല എന്ന് മനസ്സിലാക്കണം. അതായത് അവരെല്ലാം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടല്ല മത്സരിക്കുന്നത്. പക്ഷേ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള 3 പേർക്ക് വളരെ വ്യത്യസ്തരായ ആൾക്കാരെ പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, വ്യത്യസ്തമായ ജാതി മത വിഭാഗങ്ങളെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമല്ലേ. അപ്പൊ ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ VD സതീശിന് വേണ്ടിയിട്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുന്നു. KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, നമ്മളുടെ ക്രിസ്ത്യൻ സഭകൾ ചിലത് രംഗത്ത് വരുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് NSS ശക്തമായി നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ നിൽക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ മത്സരത്തിന്റെ രംഗമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു പിശക് എന്ന് പറയുന്നത്, ഈ നാടകം കുറച്ചധികം വലിച്ചു നീട്ടപ്പെടുകയും കോൺഗ്രസ് വളരെ സാമാന്യം നല്ല രീതിയിൽ അപഹാസ്യരാക്കപ്പെടുകയും ചെയ്തു എന്നുള്ള സംഗതി നമുക്ക് വിസ്മരിച്ചുകൂടാ. നമ്മളിനി എന്തെല്ലാം ന്യായീകരിച്ചാലും ഇത് വലിയ ലാർജർ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. സിബിയിലേക്ക് വരും. ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ചെന്ന നേതാക്കളെല്ലാം 8 മണിയുടെ വിമാനത്തിൽ തിരികെ കേരളത്തിലേക്ക് പോരുകയാണ്. അതായത് ചർച്ചകൾ അവസാനിക്കുകയാണ്. 8 മണിയുടെ വിമാനത്തിൽ എല്ലാവരും തിരികെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. മിക്കവാറും നാളെ പ്രഖ്യാപനം എന്നാണ്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ എന്നുള്ളത്, നാളെ കഴിഞ്ഞു പോവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ കേട്ടോ. ശരി സിബി. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഈ ഒരു വലിയൊരു കാലതാമസം, ഈ പറഞ്ഞ ഓരോരുത്തരുടെ ഡൽഹി വിളിപ്പിക്കലും, ഈ വിശാലമായ ഇത്തരം സംവിധാനങ്ങളെല്ലാം കൂടി ഈ കോൺഗ്രസിന്റെ ജയത്തിന്റെ ശോഭ കെടുത്തി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിനി എത്ര ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞാലും, ഈ പറഞ്ഞതുപോലെ 35 സീറ്റ് മാത്രം ലഭിച്ച LDF പ്രവർത്തകർ അന്തസ്സായിട്ട് റോഡിൽ കൂടെ നടക്കുകയും 102 സീറ്റ് ലഭിച്ച UDF പ്രവർത്തകർ തലയിൽ മുണ്ടിട്ട് വീട്ടിനകത്തിരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതെന്ത് പറഞ്ഞാലും വളരെ ക്ലിയർ ആണത്. കാരണം സോഷ്യൽ മീഡിയയിലടക്കം വളരെ സജീവമായി രംഗത്ത് നിന്ന ഒരുപാട് UDF പ്രവർത്തകര് ഈ പറഞ്ഞ ഡിലേയുടെ പേരിൽ പലതും പറയാനാവാതെ, അവർക്ക് ഈ വിജയം ആഹ്ലാദിക്കാനാവാതെ അകത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ഓരോ നേതാക്കൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിങ് നടക്കുന്നത് VD സതീശന് വേണ്ടിയാണ്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുറക്കുമ്പോഴേ ഹാൻഡിലുകളൊക്കെ അതിൽ കുറേയൊക്കെ ഫേക്ക് ആയിരിക്കും. പക്ഷേ എങ്കിലും സതീശൻ അനുകൂലികളാണ് കൂടുതലുള്ളത്. അതെ, എന്ന് മാത്രമല്ല, ഇനിയിപ്പോ നിലവിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ എന്തെല്ലാം പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ ശ്രീ ഡോക്ടർ GV ഹരി പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞങ്ങൾ നല്ല കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും, എന്തായാലും ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പേരല്ല പുറത്തു വരുന്നതെങ്കിൽ തെരുവുകളിൽ അത്യാവശ്യം നല്ല ഒരു ഷോ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ന് മാത്രവുമല്ല, അത് ഫർദർ എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ KC വേണുഗോപാലിന്റെ പേരാണ് വരുന്നതെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസ്ക് ഉണ്ട്. അതിനെ തുടർന്നുണ്ട് അതിശക്തമായ തെരുവുകളിൽ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
സോഷ്യൽ മീഡിയ ഒരു ഔട്ട് ബേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സംഭവങ്ങൾ റിസ്ക് അത് കോൺഗ്രസ് നോക്കിക്കോളും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അണികൾക്ക് അതിനേക്കാൾ വലുത് ഈ സതീശിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം മറ്റൊന്നാണല്ലോ. ഈ എന്താണ് പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്നുള്ള ആ സ്ലോഗനുമായി തെരുവിലിറങ്ങിയവരും ക്യാമ്പയിൻ നടത്തുന്നവരും അവർക്കുണ്ടാകുന്ന ആഘാതം വലുതാണ്. അതുകൊണ്ട് പക്ഷെ കുറച്ച് ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും എന്നതിനപ്പുറം ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അത് ശീലമായി പൊക്കോളും. അങ്ങനെ ഇതിനകത്ത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല മഞ്ജുഷ. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വി ഡി സതീശൻ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അതിനർത്ഥം അദ്ദേഹം അടുത്ത 5 വർഷം ഒരു ത്രെട്ടായിട്ട് അതിന്റെ പുറത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ സൂചന. അതൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു നിശബ്ദമായ പിൻവാങ്ങലൊന്നും ആയിരിക്കില്ല. വി ഡി സതീശൻ അല്ല ഈ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഒരു പരിധി വരെയൊക്കെ മയപ്പെട്ടു പോയേക്കും. പക്ഷേ വി ഡി സതീശൻ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യുന്നില്ല, പുറത്തു നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് രമേശ് ചെന്നിത്തല എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. കാരണം രമേശ് ചെന്നിത്തലയാണ് കൂടുതൽ ഏറ്റവും സീനിയർ മോസ്റ്റ്, വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മന്ത്രിസഭയിൽ, അവർ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുമോ എന്നുള്ള കാര്യം കൂടെ കണ്ടറിയേണ്ടതാണ്. ചിലപ്പോൾ അദ്ദേഹം ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ലീഗിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്കൂ. നാളെ രാവിലെ 10 മണിക്ക് ലീഗ് യോഗം അടിയന്തരമായി ചേരുന്നുണ്ട്. അതൊരു സമ്മർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് കൂടി ആവാം. അതിനു മുൻപ് പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. മഞ്ജുഷ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒന്നെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ ഇന്നയാളിനെ തെരഞ്ഞെടുക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ലീഗ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതെ. പക്ഷേ ഈ 3 നേതാക്കന്മാരിൽ ആരുടെയും കാര്യത്തിൽ അവർക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. കാരണം ഇതിൽ ഏതെങ്കിലും നേതാവിനെ എതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് മോശക്കാരനാവുകയോ ഒന്നും അങ്ങനെ സംഭവമില്ലല്ലോ. അവർക്ക് ഒരാളുടെ ഇഷ്ടം കൂടുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് മറ്റൊരു പാർട്ടിയെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല എന്ന് മാത്രമല്ല, അത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ അവർ അത്തരം ഒരു സമ്മർദ്ദതന്ത്രം എടുക്കുകയാണെങ്കിൽ അത് കേരള ജനാധിപത്യത്തിലെ ഒരു കറയായിട്ട് തന്നെ അവശേഷിക്കുക. കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് നേരത്തെ പോലെയല്ല. കാരണം ഇപ്പോൾ ലീഗിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ UDF അല്ലെങ്കിൽ കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ലീഗ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ഒരു പവർ എടുക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ ലീഗിന്റെ അഭീഷ്ടത്തിനെതിരായ ഒരാളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും UDF മുന്നോട്ടുള്ള യാത്രയിൽ വലിയ കല്ലുകടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.